വിശുദ്ധ യോഹന്നാൻ എഴുതിയ വെളിപാട് 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട്. അവൻ തന്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാന് ഇത് വെളിപ്പെടുത്തി. അവൻ ദൈവവചനത്തിനും യേശുക്രിസ്തുവിന്റെ വെളിപാടിനും താൻ കണ്ട സകലത്തിനും സാക്ഷ്യം നൽകി. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയമടുത്തിരിക്കുന്നു. ഓർമ്മിക്കുക, ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്നതിനോടൊപ്പം ഭാരതീയരായ നാം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനവും ആഘോഷിക്കുന്നു. കന്യകാമറിയത്തിന് പ്രത്യേക വരങ്ങൾ നൽകി അനുഗ്രഹിച്ചപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ സ്തുതിക്കും മരണത്തിന്റെയും പാപത്തിന്റെയും ജേതാവും നിത്യരാജാവുമായ അങ്ങേ പുത്രന്റെ ബഹുമാനത്തിനും മഹത്വമേറിയ അവിടുത്തെ അമ്മയുടെ മഹത്വത്തിനും അഖില സഭയുടെ ആനന്ദത്തിനും സന്തോഷത്തിനുമായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെയും ഭാഗ്യപ്പെട്ട സ്ലിഹന്മാരായ പത്രോസ് പൗലോസിന്റെയും അധികാരത്തോടെ എപ്പോഴും കന്യകയും അമലോത്ഭവയുമായ ദൈവമാതാവ് ഭൗതിക ജീവിതാനന്തരം ശരീരത്തിന്റെയും ആത്മാവിന്റെയും മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത് ആവിഷ്കൃതമായ ഒരു സത്യമാകുന്നുവെന്ന് നാം പ്രസ്താവിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ നിർവചനത്തിൽ മറിയം മരിച്ചുവെന്ന് പറയുന്നില്ല. എന്നാൽ വിശുദ്ധ ജോൺ ഡൊമീഷ്യൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതുപോലെ മറിയം സമാധാനത്തിൽ മരിച്ചുവെന്നും 3-ാം ദിവസം ശരീരവും ആത്മാവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്നും മരണസമയത്ത് തോമാസ്ലീഹ ഒഴികെയുള്ള എല്ലാ അപ്പസ്തോലന്മാരും ദൈവമാതാവിന്റെ മുറിയിൽ ഉണ്ടായിരുന്നുവെന്നും തോമാസ്ലീഹ എത്തി കുഴിമാടം തിരക്കിയപ്പോൾ അത് ഒഴിഞ്ഞുകിടന്നിരുന്നുവെന്നും പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. പൗരസ്ത്യ സഭയിലും പാശ്ചാത്യ സഭയിലും 5-ാം ശതാബ്ദത്തിന്റെ അവസാനം മുതൽ സ്വർഗാരോപണ തിരുനാൾ ആഘോഷമായി കൊണ്ടാടിയിരുന്നു. 13-ാം ശതാബ്ദത്തിൽ ജപമാല ചൊല്ലി തുടങ്ങിയപ്പോൾ ദൈവമാതാവിന്റെ സ്വർഗാരോപണത്തെപ്പറ്റിയും ധ്യാനിച്ചു തുടങ്ങി. പല രാജ്യങ്ങളിലും വളരെ പണ്ടുമുതൽക്കേ ഈ തിരുനാൾ കടമുള്ള ദിവസമായി ആഘോഷിച്ചു പോരുന്നു. ഇന്ന് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഭാരതത്തിന്റെ എല്ലാവിധ അവസ്ഥകളെയും ഓർത്ത് ദുഃഖിക്കേണ്ട സാഹചര്യങ്ങളാണ്. ആയതുകൊണ്ട് ഭാരതത്തിലെ എല്ലാ പൗരന്മാരും ആത്മീയ മുന്നേറ്റത്തോടെ ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തലും കഴിഞ്ഞ കുറെ നാളുകളായി ദിനംപ്രതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശങ്ങൾക്ക് അറുതി വരുത്തുവാൻ വേണ്ടിയും എല്ലാവരും അവരവരുടെ പ്രവൃത്തിയിൽ ആത്മവഞ്ചന കൂടാതെ പ്രവർത്തിക്കുവാൻ വേണ്ട കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
ഈശോദൻ നമ്പികെ ഞങ്ങൾക്കായി തിരുസുതനോടർത്ഥിച്ചിടുന്നു.